നാമ്നാമഷ്ടോത്തരം ശതം സർവസിദ്ധിപ്രദാതാരം സർവമൃത്യുനിവാരണം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. നിത്യപാരായണമായിട്ടുള്ള ശ്രീ അധ്യാത്മരാമായണം ആരംഭിക്കുകയാണ്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗകര്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിത്യം പാരായണം ചെയ്യുന്നത്. ഇന്ന് കിഷ്കിന്ധാകാണ്ഡത്തിലെ ലക്ഷ്മണന്റെ പുറപ്പാടാണ് പാരായണാരംഭം. ശ്രീകൃഷ്ണ രാമധ്യാനത്തോടുകൂടി ഇന്നത്തെ പാരായണം ആരംഭിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഓം തത്സത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാവതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ശ്രീരാമനാമം പാടി കൊന്ന പൈങ്കിളി പെണ്ണെ. ശ്രീരാമചരിതം നീ ചൊല്ലിടുവഴിയ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമോടെ പറഞ്ഞു തുടങ്ങിനാൾ. ജാനകി ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ഓം തത്സത്. ലക്ഷ്മണന്റെ പുറപ്പാടാണ് ഇന്നത്തെ പാരായണാരംഭം. ശ്രീരാമദേവൻ സുഗ്രീവൻ വരുന്നത് കാണാതെ സുഗ്രീവൻ തന്നെ മറന്നുപോയോ, പാലിയെ പോലെ സുഗ്രീവനും വധിക്കപ്പെടേണമോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ പുറപ്പെടുകയാണ് ലക്ഷ്മണൻ. ഓം തത്സത്. അഗ്രജന്മാജ്ഞയാ സൗമിത്രിസത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നിടിനാൻ. കിഷ്കിന്ധയോടും ദഹിച്ചു ഭൂമിപ്പോഴേ മക്കള ജാതികൾ എന്ന് തോന്നും വണ്ണം. വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുലൻ അജ്ഞാനിയായുള്ള മനുഷ്യനെ പോലെ ദുഃഖ സുഖാദികൾ കൈക്കൊണ്ടു വർദ്ധിച്ചു വിസ്തൃത ശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നുടെ സിദ്ധി വരുത്തി കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ചു പരാപരൻ ആനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ. നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസമജ്ഞാന സംയുതമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു. സർവജഗന്മയനാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കുകയാം. രാമനായി മാനുഷ വ്യാപാര ജാതയാം രാമായണാഭീതാമാനന്ദദായിനി. സൽക്കഥാമി പ്രപഞ്ചത്തിങ്കലൊക്കവേ വിഖ്യാതയാക്കുവാനാനന്ദ പുരുഷൻ. ക്രോധവും മോഹവും കാമവും രാഗവും വേദാദിയും വ്യവഹാരാർത്ഥ സിദ്ധയെ തത്വൽക്രിയാകാരദേശോചിതം വിച ചിത്തെ പരിഗ്രഹിച്ചിടിനാനീശ്വരൻ. സത്വാദികളാം ഗുണങ്ങളിൽ താനൂരട്ടനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ. വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാനശക്തിമാനവ്യക്തനവ്യയൻ. കാമാദികളാൽ അവ്യയൻ വ്യോമോപ്യാഖ്യ
വ്യോമവദ്വ്യാപ്തനന്ദനനാമയൻ ദിവ്യമുനീശ്വരന്മാസനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോ. നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കു സമ്യക് പ്രബോധമുണ്ടാകുന്നു ചൊല്ലുന്നു. ഭക്തചിത്താനുസാരേണ സഞ്ജായതേ മുക്തിപ്രദൻ മുനീവൃന്ദവിശേവിതൻ കിഷ്കിന്ധയാം നഗരാധികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞാനൊലിയിച്ചിരു. മർക്കടൻ വാരവനെ കണ്ടു പേടിച്ചു ചക്രൂകിലുകില ശബ്ദം പരവശാൽ വ്യപ്രോപരി പാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോടു കൈയിൽ പിടിച്ചേവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടിത്തുടങ്ങിനാരങ്ങുണിയുന്നതും. മർക്കടക്കൂട്ടത്തെയൊക്കെ എടുക്കുവാൻ ഉൾക്കാമ്പിലഭ്യുതനായി സൗമിത്രി വീരം കുഴിയെ കുലച്ചു വലിച്ചിതു. വല്ലൂകവൃന്ദവും വല്ലാതെയായിരു. ലക്ഷ്മണനാഗതനായതറിഞ്ഞത തക്ഷണം അംഗതനോടി വന്നിടിനാൻ. ശാഖാമൃഗങ്ങളെ അട്ടിക്കളഞ്ഞു താൻ ഏകനായി ചെന്നു നമസ്കരിച്ചിരിനാൻ. പ്രീതനായ ആശ്ലേഷവും ചെയ്തവനോട് യാഗമോഹം സുമിത്രാത്മജൻ ചൊല്ലിനാൻ. ഗച്ഛവത്സം ത്വം വിദുരനെ കണ്ടു ചെയ്ത കാര്യം വേഴ്ത്തു നിന്നാശുനി. ഇച്ഛയായുള്ളതു ചെയ്ത വിധത്തെ വഞ്ചിച്ചാലനക്തമവിളംബിതം വരും. ഉഗ്രനാമഗ്രജനോടൻ എന്നോടു ചെയ്തിട്ടു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനേക്ഷനാൽ അഗ്രജ മാർഗം ക്രമിക്കേണമെന്നുണ്ട്. സുഗ്രീവനും കാമ്പിലംഗീരദേവനു എന്നതു ചെയ്തതു ചെന്നു പറയുന്നു. ചെന്നതു കേട്ടൊരു പാനീതനയനും തന്നുള്ളിലുണ്ടായ ഭീതിയോടു മകൻ ചെന്നു സുഗ്രീവനെ വന്നിച്ചു ചൊല്ലിനാൻ. കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു. ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിനി കാമേയ ഭാവം കളഞ്ഞു വന്നിക്കയും ആപത്തതല്ലാകിലുണ്ടായവനും സർവത്തനായ സുഗ്രീവനതു കേട്ടു. മന്ത്രിപ്രവരനാമാനി തന്നോടു ചിന്തിച്ചു ചൊല്ലിനാൻ അംഗതനോടു കൂടത്തികെ ചെന്നു വർണ്ണിക്ക സൗമിത്രിയെ. സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടിങ്ങു പോരിക ശാന്തനായോരു സുമിത്രാതനയനെ. മാരുതിയെ പറഞ്ഞേവമയച്ചത താരയോടക്കാത്മജൻ പറഞ്ഞിടിനാൻ. താരാതിബാലനെ പോകേണമാശുനി താരേ മനോഹരേ ലക്ഷ്മണൻ തന്നുടെ ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക കൂട്ടിക്കൊണ്ടിരുന്നു. ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിരുന്നു പോന്നെയും വേഗേന കാട്ടിക്കലുഷഭാവത്തെയും നീക്കണം. ഇത്തമർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു നിന്നിടിനാൾ. താരാതനയനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വഴങ്ങിനാർ. ഭക്ത്യാകുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോട് അഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ. എന്തു പുറത്തുവാക്കി നിന്നരുളുവാൻ അന്തഃപുരത്തിലമ്മാരെഴും നല്ലണം. രാജതാരങ്ങളെയും നഗരാഭയും രാജാവ് സുഗ്രീവനെയും കനിയോടു കണ്ടു പറഞ്ഞാലനന്തരം നാഗനെ കണ്ടു വണങ്ങിയ സാധ്യമെല്ലാം യുദ്ധം പറഞ്ഞു വയ്യും വിഴിച്ചാക്കി സൗമിത്രിയും മന്ദമന്ദം നടത്തിനു. യൂതഭന്മാർമരും വീടും മണിമയ സൗധങ്ങളും പുരീശോഭയും കണ്ണുകൾ ആനന്ദം കൊണ്ടു മധ്യകക്ഷാംശം മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു. താരേശതുല്യമുഖിയായ മാനിനി താരാജഗന്മയ മോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതേടൻ ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി. മന്ദസ്മിതം കൊണ്ടു ചെന്നോളബോധവ മന്ദിരമായതെന്നറിഞ്ഞീലയോ. ഭക്തനായി ഉത്തമനായിത്തവർ വൃത്യനായൊരു കവീരനോടിങ്ങിനെ കോപമുണ്ടായാലവരെന്തു ദുർഗതി. ചാബല്യമേറും ഈ ജാതികൾ കോർക്കണം. മക്കള വീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനാൽ. ഇക്കാലമാശുഭയാമീരക്ഷിതനാകയാൽ സത്യം കലർന്നവൻ പാടാനതും വിപരീതമാക്കിയിടായിക വേണം ദയാലിനെ ഭക്തപരായണ. നാനാദിഗന്ധരം തോറും മരുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ 10 സഹസ്രം ദൂതന്മാരെ വിട്ടിരു. 10 ദിക്കിന്നും കവികുലപ്രൗഢരും
വന്നു നിറഞ്ഞതു കാൺകിവിടെ പുനരൊന്നിലുണ്ടണ്ട വിനിയില്ല നിർണയം നട്ടഞ്ചര കുലമൊക്കെ ഒടുക്കുവാൻ ശക്തരത്രേ കവി സപ്തമന്മാരെല്ലാം പുത്രകളത്ര മിത്രാമിതനാകിയ കൃത്യനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവ പാദാമുയം വർണ്ണിച്ചു കാര്യവും ആശുസാധിക്കാമറിഞ്ഞാല് താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതി ചെന്നു സുഗ്രീവനെയും കണ്ടു സത്രവം വിശ്വസ്തനായ സുഗ്രീവനും സത്വരമുത്താനവും ചെയ്തു വന്നിച്ചു മത്തനായി വിശ്വനീതേക്ഷണനാം കവി സത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ സുമിത്രാത്മജനോട് ചൊല്ലിനാൻ നീരകൂതസ്തമൻ തന്നെ മറന്നതിങ്ങനെ പുത്രാരിപുത്രനെ കൊന്ന കാവല് അക്ഷരമാര്യ പുത്രൻ കരസ്ഥിതമെന്നോ മറികവി അഭ്രശമാർക്കം ഗമിക്കയിലാഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാദാരനം ചെയ്തു ഇത്തരം സൗമിത്രി ചൊന്നു കേട്ടതിൽ ഉത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ ഇത്തരം ചെയ്വതിനെന്തു കാരണം ഭക്തനേറ്റം പുരുഷോത്തമം കൈതോക്കി സുമിത്രാത്മജനും സത്യവും ലംഘിക്കയില്ല കവീശ്വരൻ രാമകാര്യാർത്ഥമുണർന്നിരിക്കുന്നിതു താമസമിന്നിയെ വാനര പൊങ്കവൻ വിസ്മൃതനായിരുന്നിടുകയല്ലേ വിസ്മയമം മാറു കണ്ടീലയോ ഭവാൻ ഏകേന നാനാദിഗന്ധരത്തിങ്കൽ നിന്നാഗതന്മാരായ വാനര വീരരെ ശ്രീരാമകാര്യാനുശേഷേന സാധിക്കും ആമയം എന്നിയെ വാനര നായകൻ മാരുതി ചെന്നതു കേട്ടു സൗമിത്രിയും ആരൂഢലജ്ജനായി നിൽക്കുന്ന ചാന്തരെ സുഗ്രീവനർഘ്യപാദ്യാദേന പൂജയെ അഗ്രഭാഗേ വീണ്ടും വീണ്ടും മടങ്ങിനാൻ ശ്രീരാമദാസോഹമാഹംഗരാഘവ കാരുണ്യലേശേന രക്ഷിതനായ അന്ത്യനാൻ ലോകത്രയത്തെ ക്ഷണാർത്ഥമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിച്ചുവല്ലോ ബലാൽ സേവാർത്ഥമോർക്കിൽ സഹായമാത്രം നിങ്ങൾ ഏവരും നിന്റെ യോഗത്തെ വഹിക്കുന്നു അർക്കാത്മജന്മണി കേട്ടു സൗമിത്രി ഉൾക്കാപ്പണിഞ്ഞവരോട് ചൊല്ലിയത് ഞാൻ ദുഃഖേന ഞാൻ പരോക്ഷങ്ങൾ പറഞ്ഞതു ഒക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ നിങ്ങൾ പ്രണയം അധികമുണ്ടാകുക സങ്കടം കൊണ്ടു പറഞ്ഞിരു ഞാനിരു വൈകാതെ പോക വനത്തിനു നാമിനി രാഘവൻ താനേ വസിക്കുന്നതു വിടൂ അങ്ങനെ തന്നെ പുറപ്പെടുമെങ്കിൽ നാം ഇങ്ങനെ പാർക്കവില്ലെന്നു സുഗ്രീവനും പേരിൽ കരയറി സുമിത്രാത്മജനുമായി വേരി മൃദംഗശങ്കാളിനാദത്തോടും അഞ്ജനാപുത്രനീലാംഗരാധീരന അഞ്ജസാവാനര സേനയോടും തഥാ ശാപരേശാതപത്ര വിജയനവാൻ താമര സൈന്യകണ്ഠനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാണുന്നതിൽ ആമോദമോടു നടന്നു കവീവരൻ ഗഹ്വരധാരി ശിലാതലെ വാഴുന്ന വിഹുലമാനം ചിരാജിനഗര ശ്യാമം ജടാമകൂടോജ്വലം ജാനവം രാമം വിശാല വിലോല വിലോചനം ശാന്തം മൃദുസ്മിത ചാരുമുഖാംബുജം കാന്താവിരഹസം ദത്തം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയസേവിതൻ കാന്തം മൃഗാ കണ്ടു ദൂരാസമീവരൻ തേരിൽ നിന്നാശു താഴത്തിറങ്ങിയിരിക്കാൻ വീരനായോടും സൗമിത്രിയോടും തഥാ ശ്രീരാമപാധാരവിന്ദാത്മികെ വീണു പൂരിച്ച ഭക്ത്യാ നമസ്കരിച്ചിരിക്കാൻ ശ്രീരാമദേവനും വാനര വീരനെ കാരുണ്യം ഉൾക്കൊണ്ടു പാഠം ഉണർന്നിരിക്കാൻ സൗമ്യമല്ലേ ഭവാൻ എന്നുരജീരുടൻ ഐക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ ആദിത്യമായുള്ള പൂജയും ചെയ്തവർ ആദിത്യപുത്രനും പ്രീതി പൂണ്ടാൽപ്പുഴോ ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചിതന്നേരം ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. വന്നു നിൽക്കുന്ന കവികുലത്തെ കനിഞ്ഞൊന്ന് തൃക്കൺ പാർത്തരുളേന മാതരാൾ തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കൊരു അക്കട വിരരി കാണായി തൊക്കവേ നാനാകുലതല സംഭവന്മാരിവർ നാനാസരി ദീപശൈലാനിവാസികൾ പർവ്വതതുല്യ ശരീരികളെ വരും
ദുർദീപനേ കാമരൂപികളെത്രയും ഗർഭം കലർന്ന നിശാചരന്മാരുടെ ദുർബീജമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംസ സംഭവന്മാരിവരാകയാൽ വ്യാപാരികളെ ഒടുക്കും ഇവരെ നീ കേജിൽ ഗജബലന്മാരിതിലുണ്ടു താൻ കേജിൽ ദശഗജ ശക്തിയുള്ളോരുണ്ട് കേജിൽ അമിത പരാക്രമമുള്ളവർ കേജിൽ മഹേന്ദ്ര സമന്മാരർ അറിഞ്ഞാലും കേജിൽ മഹേന്ദ്ര നീലോപാലരൂപികൾ കേജിൽ കണ്ടക സമാന ശരീരികൾ കേജന രക്താന്ത നേത്രം ധരിച്ചവർ കേജന ദുർഗബാലന്മാർ യഥാപരി ശുദ്ധസ്ഫടിക സംഘാസ ശരീരികൾ യുദ്ധവൈദഗ്ധ്യം ഇവരോളമില്ലാർക്കും നിങ്ങളിൽ പങ്കജത്തിങ്കൾ ഉറച്ചവർ സംഖ്യയില്ലാത്തോളമുണ്ട് കവിബലം മൂലബലദല പക്വാസനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ താവകാചാരികൾ എന്ന് നിർണയം ദേവദേവേശ രഘുകുല പുങ്കവ ഋഷാകുലാധിപനായുള്ള ജാമ്പവൻ പുഷ്കര സംഭവ പുത്രൻ ഇവനല്ലോ കോടി ബല്ലുക വൃന്ദാധിപതി മഹാപ്രൗഢപതി ഹനുമാൻ ഇവനല്ലോ മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ രണ്ടവാഘാത്മജൻ ഈശാംസ സംഭവൻ നീലൻ ഗജൻ കപയൻ ഗവാക്ഷൻ ദീർഘപാലാതിപുണ്ടവൻ മൈതൻ വിഭിന്നനും കേസരി മാരുതി താതൻ മഹാബലി വീരൻ പ്രമാദി ശരവൻ സുഷേണനും ശൂരൻ സുമുഖൻ ബലിമുഖൻ ദുർമുഖൻ ഛേദൻ ബലിമുഖനും ഗന്ധമാധനൻ താരൻ വൃഷഭൻ നരൻ വിരതൻ മമ താരാതനേന മംഗലൻ ഇങ്ങനെ ചൊല്ലുള്ള വാനര വംശ രാജാക്കന്മാർ ചൊല്ലുവാനാവാതല്ലാതോളമുണ്ടല്ലോ വേണ്ടുന്നതെന്തും ഇവരോടരുൾ ചെയ്യുക വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ സുഗ്രീവവാക്യം വിത്തം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണാസ്തു നേത്രാമുജത്തോട് അന്തർഗതം അരുൾ ചെയ്തിതു സാദരം മൽക്കാര്യ ഗൗരവം ഇഞ്ചലും നിർണയം ഉൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുത്താതി ജാനകി മാർഗണാർത്ഥം നിയോഗിക്കതി വാനരവീരരെ നാനാദിശി സഖേ ശ്രീരാമവാക്യാമൃതം കേട്ട് വാനരവീരൻ നടത്തിതു 4 ദിക്കിങ്കലും 100,000 കവിവീരന്മാർ പോകണം ഓരോ ദിശി പടനായകന്മാരോടും പിന്നെ വിശേഷിച്ച് ദക്ഷിണാദിക്കിന് അത്യുന്നതന്മാർ പലരും പോയി തിരയണം അംഗദൻ സംഭവൻ മൈതൻ വിവിധനും തുങ്കൻ നളനും ശരവൻ സുഷേണനും പാതാത്മജൻ ശ്രീഹന്മാനുമായി ചെന്ന് പാതയൊഴിഞ്ഞുടൻ കണ്ടു വന്നിടണം അത്ഭുത ഗാത്രേ നീളെ തിരിഞ്ഞിന് 30 നാളിനകത്ത് വന്നിടണം ഉത്പല പത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിന് വരുന്നവർ പ്രാണാന്തികം ദണ്ഡമാശു ഭുജിക്കണം ഏണാംഗശേഖരം തന്നാണ് നിർണയം 4 കോട്ടത്തൊട്ട് യുദ്ധം നിയോഗിച്ചു കാലമേ പോയാലും എന്നറിയിച്ചിരുന്ന രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതമനും ഇരുന്നീടിന ഇത്തം കവികൾ പുറപ്പെട്ട നേരത്ത് ഭക്ത്യാ തൊഴുതിതു വായു തനേനും അപ്പോൾ അവനെ വേറെ വിളിച്ചാതരാ അത്ഭുത വിക്രമൻ താനും അരുൾ ചെയ്തു മനസേ വിശ്വാസമുണ്ടാവതിനി ജാനകി കയ്യിൽ കൊടുത്തിടുതു സഖേ രാമനാമാങ്കിതമാം ഗൂലിയകം സ്വാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ ഒന്നിയെ മറ്റാരുമില്ലെന്ന് നിർണയം പിന്നെ അടയാളവാക്കമരുൾ ചെയ്തു അന്നവൻ പോയാലും എന്നയച്ചിരുന്ന ലക്ഷ്മി ഭഗവതിയാകിയ സീതയ പുഷ്കര പത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്ക് നോക്കി കവി സന്ദേഹം ലക്ഷവും വൃത്രാരിപുത്ര തനയനും പുഷ്കര സംഭവ പുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിക്ഷനും മറ്റുള്ള പക്കട സേനാപതികളുമായി കൃതം നഗര ഗ്രാമദേശങ്ങൾ കാനന രാജ്യപുരങ്ങളിലും തഥാ തത്രൈവ തിരഞ്ഞതി സത്വരം നീളെ നടക്കും ദശാന്തരെ ദണ്ഡവാഹാത്മജനാദികളൊക്കവേ ഇന്ത്യാജലാടവി പൂക്ക് തിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നതി സൂരനായൊരു നിശാചര വീരനെ കണ്ട് വേഗത്തോടടുത്താശു ദശകണ്ഠനെന്നോട്ടു കവിവരന്മാരെല്ലാം നിഷ്ഠുരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്ന് നഷ്ടമാക്കിയിടിന
ഭക്തിമുഖനല്ല ഇവനെന്ന് മാനസേ ചിന്തിച്ച് പിന്നെയും വേഗേന പോയവർ അന്ധകാരാരണ്യമാശു ഭൂക്കീടിന അന്തരാതാകവും വർദ്ധിച്ചതേറ്റവും ശുഷ്കകണ്ഠോഷ്ട താലുപ്രദേശത്തോടും മർക്കടാവീരനുണങ്ങി വരണ്ടൊരു ശിക്ഷയോടും നടക്കുന്ന നേരത്തൊരു ഗഗരം തത്ര കാണായി ജീവത്താൽ വല്ലീന്ദ്രനഗണ ചന്നമായൊന്നതി ഇല്ലയല്ലി ജലമെന്നോർത്ത് നിൽക്കുമ്പോൾ ആർദ്രപക്ഷികളുടെ ഹംസാദി പക്ഷികൾ ഉണ്ടദേശേ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്ന് വീണു ജലഗണം മർക്കടന്മാരും അത് കണ്ടു കൽപ്പിച്ചാൽ നല്ല ജലം അതിലുണ്ടെന്ന് നിർണയം എല്ലാവരും നാം ഇതിൽ ഇറങ്ങിയിടുക എന്ന് പറഞ്ഞൊരു നേരത്ത് മാരുതി മുന്നിലിറങ്ങിന മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാൻ നിധി വിട്ടുകൊണ്ടന്നേരം അന്യോന്യമൊത്ത് കയ്യും പിടിച്ചാകുല ഭിന്നതയോടും നടന്നു പോയി ചെന്നോരതീവ ദൂരം തത്ര കണ്ടിതു മുന്നിലമ്മാതരതി ധന്യദേശ സ്ഥലം സ്വർണ്ണമയം മനോമോഹനം കാൺമവർ കണ്ണിനുമേറ്റം ആനന്ദകരം പരം വ്യാപികളുണ്ട് മണിമയവാരിയാലാലപൂർണകളായി തീവ്ര വിശുദ്ധമായി പക്വഫലങ്ങളിൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ട് കൽപ്പധ്രുവതുല്യമായി പീയൂഷ സാമ്യ മധുദ്രോണ സംവിധ പോയ ഭക്ഷാനാസഹിതങ്ങളായുള്ളവ വസ്തുക്കളുണ്ട് പലതരം തത്രൈവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മനുഷ്യവർദ്ധിതം ദിവ്യഗേഹോപമം തത്ര ഗേഹേ മണികാന്തന വിത്തരെ ചിത്രാകൃതി പൂണ്ട് കണ്ടോരുത്തിയെ യോഗം ധരിച്ച് ജടാവൽക്കലം കൊണ്ടു യോഗിനി നിശ്ചല ധ്യാന നിരതയായി പാവകജ്വാല സ്വഭാവ കലർന്നതി പാവനയായ മഹാഭാഗ്യയെ കണ്ട് തൻഷനെ സന്തോഷപൂർണ്ണ മനസ്സോട് ഭക്തിയും വീതിയും പൂണ്ടു വരങ്ങുനാൻ സാധാമൃഗങ്ങളെ കണ്ട് മോദം പൂണ്ട് യോഗിനിദാനം അവരോട് ചൊല്ലിന നിങ്ങൾ ആരാകുന്നതെന്ന് പറയണം ഇന്ന് വന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗം അറിഞ്ഞവർ എന്നതും എങ്ങനെ പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടൊരു വായു തലേനും നന്നായി വണങ്ങി വിലീലനായി ചൊല്ലിന വൃത്താന്തമൊക്കമേ കേട്ടാലുമെങ്കിലോ സത്യമഴിഞ്ഞ് പറയുമാറില്ല ഞാൻ ഉത്തരാകോസലത്തിങ്കിൽ അയോധ്യയിൽ ഉത്തമമായുണ്ടൊരു ഭൂരിഭൂതലെ തത്രൈവ വാണു ദശരഥനാമൃപൻ പുത്രരും ഉണ്ടായി ചമഞ്ഞിതു 4 പേർ നാരായണ സമൻ ജ്യേഷ്ഠനവർകളിൽ ശ്രീരാമനാകുന്നതെന്നോ അറിഞ്ഞാലും താതാജ്ഞാവനവാസാർത്ഥമായവർ രാധാവിനോടും ജനകാത്മജയായ സീതയാം ഭക്തിയോടും വിപിനസ്ഥലെ മോദേന വാഴുന്ന കാലമൊരു ദിനം ദുഷ്ടനായുള്ള ദശാക്ഷരിശാചരൻ കട്ടുകൊണ്ടാച്ചു പോയിടിനാൽ ഭക്തിയെ രാമനും ലക്ഷ്മണനാകും അനുജനും സ്വാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സത്യവും ചെയ്തു തമ്മിൽ അന്യോന്യമായി എന്നതിനഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവന് രാജ്യവും നൽകിന ശ്രീരാമൻ അതിൽ പ്രത്യുപകാരമായി ആരാഞ്ഞു സീതയെ കണ്ടുവരികന്ന് വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചതില്ലാടവും ദക്ഷിണദിക്കിൽ അന്വേഷിപ്പതിനൊരു ലക്ഷം കവിവരന്മാരുണ്ട് ഞങ്ങളും ദാഹം പുറാഞ്ഞ് ജലകാംക്ഷയാവുന്നു മോഹേന ഗഗനം പൂക്കിതറിയാതെ ദൈവശാലയിൽ ഇവിടെ പോന്ന് വന്നിക ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്തേതും ഞങ്ങളേതും മറിഞ്ഞില്ല നേരെ അരുൾ ചെയ്യുക വേണമതും ശുഭേ യോഗിനി താനും അത് കേട്ടവരോട് ഏകേന മന്ദസ്മിതം കൊണ്ട് ചൊല്ലിന പക്വഫല മൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ചമൃതപാനം ചെയ്ത് തൃപ്തരായി ബുദ്ധി തെളിഞ്ഞ് വരുവിനെന്നാൽ മമ വൃത്താന്തമാതിയെ ചൊല്ലിത്തരുവിൻ ഞാൻ എന്നത് കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം പോക്കു യാഞ്ജലി കൊണ്ട് നിന്നോരനന്തരം ചാരസ്മിതപൂർവമഞ്ജസായോഗിനി മാരുതിയോട് പറഞ്ഞു തുടങ്ങിനാൾ വിഷവിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജാഗേമാ മനോഹരി നൃത്തവേദം കൊണ്ട് സന്തുഷ്ടനാക്കിന മുക്തേന്ദുശകനം തന്നെ അതുമൂലം ദിവ്യപുരം ഇതം നൽകിനാൻ ഈശ്വരൻ ദിവ്യ സംവത്സരണാമല്ലായുധം ഉത്സവം പൂണ്ട് വസിച്ചാളികപുര സത്സഖിജ്ഞാനിക നാംന സ്വയം പ്രഭ സന്തത മോക്ഷം അപേക്ഷിച്ചിപ്പൊരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപര ബ്രഹ്മലോകം പ്രവേശിച്ചതു ഹേമയും നിർമ്മലാഗാത്രിയും എന്നോട് ചൊല്ലിന സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ
ജന്തുക്കളത്ര വരികയുമില്ലല്ലോ. ത്രേതായുഗേ വിഷ്ണുനാരായണൻ മുടി ജാതനായിടും ദശരഥപുത്രനായി ഭൂഭാരനാശനാർത്ഥം വിപിനസ്ഥലെ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ. ശ്രീരാമപത്നിയെ കട്ടുകൊള്ളും മതി ക്രൂരനായിടും ദശാനനക്കാലം. ജാനകി ദേവി അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്ദിരെ. സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്ക് ഉപകാരവും ചെയ്തു പോയി. ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നെ. ഭക്ത്യപരനെ സ്തുതിച്ചമ്പരും ദൈവ മുക്തിപദം യോഗി ഗമ്യം സനാതനം. ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ ഏകനെ കാൺപതിനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവാൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാ സത്വരം പൂർവസ്ഥിതിയാടവിഭൂക്കിതു. ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയോടെ നടന്നു തുടങ്ങിന. യോഗിനിയും ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സ്വയം പ്രഭാദേവി ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗമാണ്. യോഗിനിയും ഗുഹാവാസമുപേക്ഷിച്ചു യോഗേശ സന്നിധി പുക്കാളതിദ്രുതം ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്വാ പ്രദക്ഷിണം. ഭക്യാസകൃതം രോമാഞ്ച സംയുതം നത്വാ മുഹുർമുഹുർ സുത്വാ ബഹുവിധം. താസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമാദയാനിതേ. കാർമദീനെ കൊണ്ടു വന്നേന് വീട് ഞാൻ സാമ്യമില്ലാതെ ജഗത്പദേ ശ്രീപദേ. ജ്ഞാനനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിരിനേ. തദ്രൂപ സന്ദർശനാർത്ഥം തപോബല ദേവനൂനം ഫലിതം ജഗുപദേ. ആദ്യനായി ഒരു ഭവന്തം നമസ്യാമി വേദ്യനല്ലാരാമേ ഭവാൻ നിർണയം. അന്തർഭഗിസ്ഥിതം സർവഭൂതേഷ്വി സന്തമലക്ഷ്യമാദ്യന്തഹീനം വരം. മായായവനികാചന്നനായി വാഴുന്ന മായാമയനായി മാനുഷ. ഓം ശ്രീകൃഷ്ണായ നമഃ. മായാവനീകനായി ചന്ദനായി വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹം. അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം. ഭാഗവതന്മാർക്കുൾ ഭക്തിയോഗാർത്ഥമായി ലോകേശ മുഖ്യമോരോ ഔഖമത്തിക്കയാൽ ഭൂമിയിൽ വന്നവതീർണനാം നാഥനെ താമസിയായ ഞാൻ എന്തറിയുന്നതും. സച്ചിന്മയം തവ തത്വം ജഗത്രയെ കച്ചിൽ പുരുഷനറിയും സുകൃതിനാം. രൂപം തവേദം സദാ ബാഹുമാനസേ താപസാന്തസ്ഥിതം താപത്രയാപകം. നാരായണാതവ ശ്രീപാദദർശനം ശ്രീരാമമോക്ഷീകദർശനം കേവലം. ജന്മമരണവിധാനാമദർശനം തന്മാദർശനം വേദാന്തദർശനം. പുത്രാകലത്വമിത്രാഭൂരികം എത്രയും തദ്വിതരായുള്ള മനുഷ്യർ രാമരാമേ നീ ജപിക്കയില്ലെന്നുമേ. രാമനാമം നീ ജപിക്കാൻ വരേണമേ. നിത്യം നിവൃത്ത ഗുണത്രയമാർഗായ നിത്യായ നിഷ്ഠിഞ്ജനാഥായ തേ നമഃ. സ്വാത്മാവിരാമായ നിർഗുണായ ത്രിഗുണാത്മാ ആത്മനേ സീതാരാമായ തേ നമഃ. വേദാത്മകം കാമരൂപിണ നിശാനമാദ്യാന്ത ആദിമധ്യാന്ത വിവർജിതം സർവത്ര മന്യേ സമം ജഗന്തം പുരുഷം വരം. നിന്നെ നിനക്കൊഴിഞ്ഞാത്തറിഞ്ഞിടാവൂ മധ്യവിളംബരം ദേവദേശേഷിതം ചിത്തേ നിരൂപിക്കുന്നറിയാവുന്നു. തൊന്മായാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനേ ഭൂമിതം. ജന്മവും കർത്തൃത്വവും ചെറുതില്ലാത്ത നിർമ്മലാത്മാവാ ഭവാനവർത്താന്തരേ. ദേവദിദ്യങ്ങളും ജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളും കർമ്മങ്ങൾ ചെയ്വതും. ഓം ശ്രീകൃഷ്ണായ നമഃ. മഹാമായ വിടംബനം നിർണയം കൽമഷഹീന കരുണാനിദേവിയോ. മേദിനി തന്നിൽ വിചിത്രവേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ. ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തൊൽക്കഥാപീയൂഷപാല സിദ്ധിക്കുന്നു.
ചൊല്ലുന്നിതു ചിലർ മറ്റു ചിലറിയാൻ ചൊല്ലുന്നിതു ഭൂമി കോസല ഭൂപതി തന്നെ ഓരോ തപോവന സിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നിതു കൗസല്യദേവിയാൽ പ്രാപ്യമാനായിട്ടില്ല മൈഥിലി ഭാഗ്യസിദ്ധിക്കുന്നിതു ചിലർ സുത്താവുതാനപേക്ഷിച്ചയാൽ വന്നിക ദുഃഖനിശാചര വംശമൊടുക്കുവാൻ മധ്യനായി വന്നു പിറന്നിരു നിർണയം ബുദ്ധിയിലെന്നു ചിലർ പറയുന്നിതു ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂപാലനാശകത്തിൽ നിന്നിതു ചിലർ ധർമ്മത്തെ രക്ഷിച്ചു അധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിൽ കൈകളഞ്ഞിതു ദേവശത്രുക്കളെ കൽപ്പോക്കളെ വിഗ്രഹിച്ചെന്നു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്നിതു ദിവ്യമുനിജനം ഒന്നും തിരിച്ചറിയാവുന്നുമല്ലമേ യാതൊരു തങ്ങൾ കഥകൾ ചൊല്ലുന്നതും ആദരവോടു കേൾക്കുന്നതും നിത്യമായി ദൂരം പവാർന്നവർക്ക് കടന്നിടുവാൻ കാണാമവർ തൊന്മഹാമായ ഗുണബദ്ധനാകയാൽ ചിന്മയനായ പകൽ സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണാമറിയിടുന്ന എങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതു മഹം ശ്യാമളം കോമളം വാണനോത്തരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവ മുഖ്യ കവികുല സേവിതം അഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം രാമായ രാമഭദ്രായ നമോ നമഃ രാമായ രാമചന്ദ്രായ നമസ്തേ നമോ നമഃ ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗളവാച നമസ്കരിച്ചിരുന്നാൾ മുക്തിപ്രദനായ രാമൻ പ്രസന്നനാൾ ഭക്തയാം യോഗിനിയോടരുളി ചെയ്തു സന്തുഷ്ടനായ ഭക്തി കൊണ്ടെന്തോന്നു മാനസേ കാക്ഷിതം ചൊല്ലു നീ എന്നതു കേട്ടവളും പറഞ്ഞിരുന്നാൾ ഇന്നു വന്നു മമ കാക്ഷിതമൊക്കവേ എത്ര പുത്താപി വസിക്കലും കൽപ്പാക ഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം പുനരുൾപ്പൂവിലെപ്പോഴും ഉണ്ടാകുകയും വേണം പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമം ഏകത സംഭവിച്ചിടായ മാനസേ രാമരാമേതി ജപിക്കാൻ വരേണമേ രാമപാദേരമിക്കാരേണമെന്ന് രാമപാദേരമിക്കേണമെന്ന് മാനസം സീതാസുമിത്രാത്മജാന്വിതം രാഘവം സീതവസ്ത്രം ചാപവാനസനാധരം സാരൂപൂലകടിസൂത്രഹാരമകരമണിമയ വിഭൂഷണ ശോഭിത രൂപം വസിക്കമേ മാനസേ മറ്റെനിക്കേതുമേ വേണ്ടാവരം വിഭോ പറ്റായുള്ളിലൊരിക്കലും ശ്രീരാമദേവനതു കേട്ടവളോടു ചാരുണം പ്രസ്തുതം പൂർണ്ണോടി ചെയ്തു ഏവം ഭവിക്ക നിനക്കൂ മഹാഭാഗി ദേവി നീ ഭോഗവദര്യാശ്രമസ്ഥലേ തത്രിവരിക്കമെന്നേ ധ്യാനവും ചെയ്തു മുക്വാക്കളെ വരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കിൽ പരമാത്മനിൽ കേവലം തീരും ജനന മരണ ദുഃഖങ്ങളും ശുദ്ധാരഭൂതമ വാക്യാമുദർമുരാശ്രമസ്ഥലേ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണ പദം പ്രാപിച്ചിതേയം മക്കള സഞ്ജയം ദേവിയെ ആരാണ് വൃക്ഷഖണ്ഡേഷു വസിക്കും ദശാന്തരേ എത്ര ദിവസം കഴിഞ്ഞതും ധരാപുത്രിയെ കൈമേ കണ്ണുവിട്ടായി ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജ ബന്ധുക്കളായവരോട് ചൊല്ലിനാൾ പാതാളം ഉൾപ്പുഴന്നു നടന്നു നാമേതും മറഞ്ഞില്ല വാസനം പോയതും ആസ്മിത മാസമതീതമായി വന്നിതു നിർണയം സൂര്യനെ കണ്ടറിഞ്ഞിട്ടുമില്ല രാജനിയോഗമനുഷ്ഠിയാദേവത രാജധാനിക്ക് നാം ചെല്ലു നിഗ്രഹിച്ചിടും അതിലില്ല സംശയം സുഗ്രീവശാസനം നിഷ്ഫലമായി വരാം പിന്നെ വിശേഷിച്ച് ശത്രുതനയാനാം എന്നെ വധിക്കും അതിനുള്ളൊരു അന്തരം എന്നിൽ അവൻ എന്നൊരു സംബോധനത്തുള്ള എന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി രാമകാര്യത്തെ സാധിയാതെ ചെങ്കിൽ
ചെല്ലുകൈ മാമക ജീവനും രക്ഷിക്കയില്ലവൻ മാതാവിനോട് സമാനായാകുന്നില്ല. മാതാവ് തന്നുടെ ഭാര്യയെ വിശ്രമം പ്രാപിച്ചു വാഴുന്ന വാനരപുങ്കവൻ പാപി ദുരാത്മാവിൽ എന്താതും തത്പാർത്ഥദേശത്തേക്ക് വിൽക്കുന്നതില്ല. ഞാനിപ്പോൾ എവിടെ ഭരിക്കുന്നതേയുള്ളൂ. പല പ്രകാരവും നിങ്ങൾ കൊൾക്കൊള്ളുന്ന ചുറ്റിക്കരയുന്ന നേരം കവികളും തുല്യ ദുഃഖേന ബാഷ്പത്തോടെ ചൻപോടും തുല്യന വിശ്രഭാവത്തോടും സത്വം ദുഃഖിക്കരുതൊരുതാജിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ട് ഞങ്ങളറികവേ. ഇന്ന് നാം പോന്ന ഗുഹയിലകം പോക്കോ നന്നായി ജീവിച്ച് വസിയാം ഭയസ്ഥിരം. സർവസൗഭാഗ്യ സംഹിതമായൊരു ദിവ്യപൂരമത് ദേവലോകോപമം. ആരാലും ഇന്നൊരു നാളും ഭയം സഖേ താരയ പോകണം പൈതൽ ചെയ്തമേ. അംഗബന്ധനോട് ഇവണ്ണം കവിപുല പുങ്കവന്മാർ പറയുന്നത് കേൾക്കയാം. ഇന്ദിരജ്ഞൻ നയഭോവിതൻ വാദജൻ അംഗതനെ കഴുകി പറഞ്ഞിടിനാരാധന അറിഞ്ഞിടിനാർ. എന്തൊരു വിചാരം ലോകമെന്നിന്റെ അന്ധകാരങ്ങൾ നിലയാൽ വരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാനുടെ താരാസുതനെന്ന് തന്മാനസേ സദാ പാരം വളർന്നൊരു വാത്സല്യമുള്ളത് നേരെ ധരിച്ചില്ല ഞാൻ ഒഴിഞ്ഞാലുമേ. സൗമിത്രയേക്കാൾ അതിപ്രിയം നീ തവ സാമർഥ്യവും തിരുവുള്ളത്തിലുണ്ടതോ. പ്രേമത്തിലേക്ക് വിളക്കമുണ്ടായി വരാ ക്ഷേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ. ആകയാൽ ഭീതി ഭവാൻ ഒരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ. ശാഖാമൃതാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ പൈതലിനൊരിക്കലും വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ. നാഗാധിപാത്മശനന്ദന കേളിതം ഞാനും തവ ഹിതത്തിങ്കിൽ പ്രസക്തൻ. അജ്ഞാനികൾ വാക്കു കേട്ടതും ഭ്രമിക്കല്ലോ. ആനേവരായി വാങ്ങുകയിൽ വസിക്കെന്ന് അനരംഗം പറഞ്ഞില്ലയോ ചൊല്ലുതി. രാഘവാസ്ത്രത്തിന് അഭേദ്യമായൊന്നുമേ ലോകത്രയത്തിങ്കലില്ലെന്നറികവി. അല്പമരികൾ പറഞ്ഞ് ബോധിപ്പിച്ച് ദുർബോധമുണ്ടായി സമേതുമേ. ആപത്ത് വന്നെടുത്തിടുന്ന കാലത്ത് ശോഭിക്കയില്ലടോ സജ്ജനാഭാഷിതം. സജ്ജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോട് വിപരീത ഭാവവും ദേവന്റെ പുനർധർമ്മ വിദ്വേഷവും പൂർവബന്ധുക്കളിൽ വെച്ച് മാറ്റൊരു വൈദ്യവും വർദ്ധിച്ചു വംശനാശത്തിന് കർത്തൃത്വം തനിക്കായി വന്നിട്ടുള്ളത്. അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തം അമ്പോട് ചൊല്ലുവിൽക്കൽപ്പതി. ശ്രീരാമദേവൻ മനുഷ്യനല്ല ഓർക്കടോ. നാരായണൻ പരമാത്മാ ജഗന്മയൻ മായാ ഭഗവതി സാക്ഷാ മഹാവിഷ്ണുജായ സകല ജഗന്മോഹനകാരിണി സീതയാകുന്നത്. ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള പണീശ്വരൻ മാനുഷവേഷമായി വന്ന് നിറഞ്ഞിതയോധിയിൽ രക്ഷോഗണത്തെ ഒടുക്കി ജഗത്രയം രക്ഷപരുത്തുവാൻ പണ്ട് വിചിന്തനാൽ പ്രാർത്ഥിതനാകിയാൽ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡോ ഗോത്രത്തിൽ ആർത്താപരായണൻ ശ്രീകണ്ഠസേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ മർത്യനായി വന്നിങ്ങൾ അവതരിച്ചിടിന മൃത്യുവർഗം നാം പരിചരിച്ചിടുവാൻ വർത്തുനിയോഗനവാനരവേഷമായി കൃത്യയിൽ വന്ന് പിറന്നിരിക്കുന്നതും പണ്ട് നാമേക്കം തപസ് ചെയ്തീശ്വരനെ കണ്ട് വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നുടെ പാലിതന്മാരുടെ പദം തന്നിലെപ്പോഴും പരിചരിച്ചിരുന്നു. വൈകുണ്ഠലോകം ഗമിച്ചു വാണിടുവാൻ വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞിടു നീ. അങ്കനോട് വണ്ണം പവനാത്മജൻ മംഗലവാക്കുകൾ ചൊല്ലി പലതരം ആസക്തിച്ചുടൻ വിദ്യാധരം പോക്കു കാശേവി പുത്രിയെ നോക്കി ൃതം ദക്ഷിണാവാദിനി തീരം മനോഹരം ഭൂക്കമകേന്ദ്ര സലേന്ദ്ര പദം മുതം സൂരസ്തമേറ്റം മഹാദം ഭയങ്കരം ദുഷ്പ്രാപമാലോക്യമർക്കട സഞ്ജയം പുത്രാത്മജാതികളൊക്കെയും ചിന്തിച്ചു മന്ത്രിച്ചു തന്യോന്യം എന്നിനി ചെയ്വത് സന്തതം ഓർക്കതാം. ദുബരം പോക്കു പരിശ്രമിച്ചത്രയും വികളന്മാരായി കഴിഞ്ഞിരു മാസവും മാതിനെ കണ്ടില്ല നാം. ദശകണ്ഠനെയും കണ്ടു കിട്ടിയില്ല കുറ്റത്തെ. സുഗ്രീവനും ഇഷ്ടദണ്ഡനത്രേ തുലം ക്ഷീരം അവൻ നമ്മെ നിർണയം. കൃതനായുള്ള സുഗ്രീവൻ വധിക്കയാൽ നിത്യോപവാസേന മൃത്യു ഭവിപ്പതു. മുക്തിക്കു നല്ലു നമുക്ക് പാർത്തോളം എന്നിട്ടും നിരൂപിച്ചുറപ്പിച്ചു കവികുലം. സഭാവിരിച്ചു കിടന്നതെല്ലാവരും കൽപ്പിച്ചിരങ്ങനെ രാമ രാമ. അപ്പോൾ മഹീന്ദ്രാജലേന്ദ്ര
വൃദ്ധാന്തര തത്വം പുറപ്പെട്ടു ക്ഷിപ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു വൃദ്ധനായിരുന്നൊരു വൃദ്ധപ്രവരനും വൃദ്ധീധരപ്രവരൊത്തുങ്കരൂപനാൻ ദൃഷ്ട്വാപരക്കെ കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞിതു രുദ്രകുലാധിപൻ പക്ഷമില്ലാതോരിനിക്കു ദൈവം ബഹു ഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ പല മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമതു ദിനം രുദ്രവാക്യം കേട്ടു മക്കളോകം വരി തത്രായ അന്യോന്യമാശു ചൊല്ലിയിടിനാർ അദ്രീന്ദ്രതുല്യനായ ഒരു രുദ്രാധിപൻ സത്വരൻ ബുദ്ധി വിഴുങ്ങുമെല്ലാരെയും നിഷ്ഫലമാമലി ചെയ്തുമാറായിരുന്നു കർപ്പിതമാർക്കുള്ളടുക്കരുതേതുമേ നമ്മാലൊരു കാര്യവും കൃതമായില്ല കർമ്മദോഷങ്ങൾ പറയാവുന്നതോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതല്ലോ എത്ര വിവരണാൽ പഠിക്കുന്നു വന്നതും എത്രയും ഭാവികൾ അന്നതേ എന്ന് ആകതന്നെ വയം നിർമ്മലനായകം ആത്മാനിലായകൻ നിർമ്മയോത്രോളം പറയാവതല്ലോ വർണ്ണിപ്പതിനു വഴിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റു യുദ്ധക്കു കിട്ടുമോ ശ്രീരാമകാര്യാർത്ഥമായ സുമനിച്ചവൻ ചേരുമാറായിരുന്നു രാമപാദാമുജെ പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചിട്ടു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം വാലിരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം പലതു ജോലിച്ചിടു കർണപീയൂഷസമാനമാമ്പാക്കുകൾ ചൊന്നതായിരുന്നു ജടായുവിനെ നിങ്ങളാരെന്തോ പറയുന്നു വരുവിൽ ഭയപ്പെടാതിരുന്നേ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം കുംഭർഗോൽമോത്രനും അൻപോടെ ചൂടിയിട്ടു സമ്പാദിതങ്ങളുടെ മുമ്പിലം മാറുകൻ അമ്പോജലോചനൻ തൻപാദ പങ്കജം സമ്പാദി സംബോധം ഉൾക്കൊണ്ടു ചൊല്ലിനാൻ സൂര്യകുലജാതനായ ദശരഥൻ ആര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനൊന്നിച്ച ലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുത്തിതു കാനനം താത്താത്മയാപുര കട്ടുകൊണ്ടിരിനാൻ തൽക്കാലമത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞോൻ പുത്രി മുറയിട്ടതു കേട്ടു ലക്ഷണം ചെന്നുതടുത്തു യുദ്ധം ചെയ്താൽ അച്ഛന കാചാരനോടു ജടായുവാം പക്ഷിപ്രകാരത്തിനാൽ വലഞ്ഞോരു രക്ഷോപരഞ്ജിജ ചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയറുത്താനു നേരം പക്ഷീന്ദ്രനും പതിച്ചാന്തരണീകരെ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞിന്നുമേ നിന്നുടെ മറ്റുവരായി എന്നനുഗ്രഹിച്ചിടിനാന്തര പുത്രിയും തത്പ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചിരു ഭാഗ്യവാൻ അബ്ദകുലോത്ഭവനാക്കി രാമനും അക്കജനൂടി അഗ്നി സാക്ഷിയാകും വണ്ണം സത്യവും ചെയ്തുടൻ കൊന്നിതു ഭാര്യയെ സുഗ്രീവനായി കൊണ്ടു രാജ്യവും നൽകിനാൻ വാനരാജീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാഞ്ഞുകൊണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകെന്നയച്ചിതു ലക്ഷം കവീവരന്മാരെ ഓരോനിശി ദക്ഷിണ ദിക്കിനു പോനിതും ഞങ്ങളും ലക്ഷോപരനെയും കണ്ടതില്ലെന്നുള്ളി 30 നാടീനകത്തു ചെന്നിടാകിലപ്പോളവരേവതിക്കും കവീവരൻ പാതാളം കുക്കുവാസനം പോയതും ഏതും മറിഞ്ഞിടനും നടന്നുകൊണ്ടു ഗർഭവിച്ചു കിടന്നു മരിപ്പതിനപ്പോൾ ഭവാനിയും കണ്ടുകിട്ടിയവരാൽ ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ ഞങ്ങളുടെ പരമാർത്ഥം താന്തങ്ങൾ ഇങ്ങനെയുള്ളോന്നു നീ അറിഞ്ഞിടണോ താരേ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരുടം മോദമവനോട് ചൊല്ലിനാൻ ഇഷ്ടനാം പ്രാഗാവിനിക്കു ജടായു ഞാനൊട്ടു നാളുണ്ടവനോടു പിരിഞ്ഞതും ഇന്നീകായിരം വത്സരം ഞാൻ നിന്നുടെ സോദരൻ വാർത്തക്കെ ചെയ്തിന്റെ നിന്നുടെ സോദരനായുള്ളക്രിയ ചെന്നൈയിലൊത്തു ജലാറ്റിനെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പീരുതകർമാദികൾ നിങ്ങൾക്ക് വാക്സഹായം ചെയ്യുവാനാക്കി ഞാൻ അപ്പോൾ അവനെ എടുത്തു കവികളും അഗ്നിതീരത്തു വച്ചിടിനാനാദരാൽ തൽസലിയെ കുളിച്ചഞ്ചലിയും ഗന്ധി വത്സനാം രാധാവിനായി കൊടുത്തു സാധനം സ്വസ്ഥാനദേശത്തിരുത്തിനാൻ പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം സ്വസ്ഥനായി സമ്പാദിച്ചാണ് തന്നുടെ വൃത്താന്തമാറ്റു പറഞ്ഞു തുടങ്ങിനാൽ തുങ്കമായിടും ത്രികുടാചലോപരി രംഗാപുരിയുണ്ടു മധ്യേ സമുദ്രമായി തത്ര മഹാശോക കാലമേ ജാനകി നത്തജന മധ്യേ വസിക്കുന്നു ദൂരമൊരു 100 യോജനയുണ്ടതു
നേരെ നമുക്ക് കാണാം പുത്രനാകയാൽ സാമർത്ഥ്യമാർക്കതു ലംഘിപ്പതിരവനുള്ളിയെ കണ്ടു വത്സവം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം ഏതൊരു ജാതിയും പക്ഷവുമില്ലവേ ഇന്ത്യയിലും നിങ്ങൾ കടക്കേന മാറ്റുപോയി രത്നാകരൻ പിന്നെ വന്നൂരെ മുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും രത്നാകരം സദയോജനാവിസ്തൃതം ഇന്ത്യയിലെ ചാടിക്കടന്നുലക്കാപുരം ഉക്കുവൈദേഹിയെ കണ്ടു പറഞ്ഞുടനെ ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കണമെന്ന് രൂപിച്ചു തമ്മിലന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ ജാനകി ശിവസ്മരണം ജയ ജയ രാമ 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 ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ 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 ശ്രീരാമ നമാമി ജഗന്നാഥ രാമ രാമ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ ഓം തത്സത് ശ്രീരാമായണ പാരായണം ഭഗവാന്റെ പ്രകാരത്തെ സമർപ്പിക്കുകയാണ്. ശങ്കരാചാര്യ വിഷ്ണു ഭുജംഗ പ്രയാണത്തോടുകൂടി ഇന്നത്തെ പാരായണം സദായി ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രകാരത്തെ സമർപ്പിക്കും. ഓം തത്സത് ഇദം സംവിദം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരമോങ്കാരഗമ്യം ഗുണാതീതമവ്യക്തമേകം തുരീയം പരം ബ്രഹ്മയം വേദ തസ്മൈ നമസ്തേ. വിശുദ്ധം ശിവം ശാന്തമാദ്യന്തശൂന്യം ജഗജ്ജീവനം ജ്യോതിരാനന്ദരൂപം അതിശേഷകാലാഗതച്ഛേദനീയം വേദ തസ്മൈ നമസ്തേ.